അങ്ങോട്ട് പോവില്ല. പോകാനുള്ളതല്ലേ ആട്ടോ? ഇത് പോവില്ല. ഓഹോ, എത്ര രൂപയായി? 5 രൂപ. വെച്ചോളൂ. ആരാ? അവറാച്ചനോ കസ്റ്റമേഴ്സോ? ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല. അയ്യോ, കാണാനോ? നല്ല കാര്യായി. ഉണ്ണികൃഷ്ണനിലെ വിശ്വാസനെന്നും പറഞ്ഞ്. എന്തു മോളെ? വിശ്വാസമില്ലേ മോളെ? ടൂറില്ല അമ്മാവ. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഇരിക്കമ്മാവ. ഇരിക്കാനൊന്നും സമയമില്ല. വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രടം വരെ ഒന്ന് കയറാവുന്ന വെച്ചു. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും ഏറ്റു. അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട്. തറവാടൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസ്സിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു. വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണു. തൽക്കാലം നിങ്ങളിതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശിയോട് ഭാവിക്കണ്ട. അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും. പരുങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ. മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം. അതിനു മുമ്പ് മോളുടെയും വിഷ്ണുവിന്റെയും കൂടെ ഒരു 3-4 ദിവസം കഴിയണോ അത്ര. ആരാറ്? അതാരുമില്ല. ആരുമില്ലാണ്ടെങ്ങനെയാ തുമ്മലുണ്ടാവുക? ഞാൻ പറഞ്ഞില്ലേ. ആഹാ, മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകാറുണ്ടോ? എനിക്കോ? തുമ്മലോ? നീ ഭാഗത്ത് തുമ്മുന്നായിട്ടല്ലോ. മോക്ക് ഗുരുക്കളമ്മാവൻ രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കി തരാം. അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുമുക. പിന്നെ ഒരിക്കലും തുമ്മൽ ഉണ്ടാവുകയില്ല. മോക്കുണ്ടോ? അമ്മോളും ഉപയോഗിച്ചോളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വിഷ്ണുനാഥൻ വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചിട്ട് പറയണം. അമ്മാവനെ ഇന്ന് തന്നെ പോണോ? ഒരു 2 ദിവസം നിന്നിട്ട് പോയാ പോരെ? 2 അല്ല 4 ദിവസം നിൽക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഉണ്ട് തറവാട്ടിലെ. ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ മറ്റാരാ അവിടെ ഉള്ളത്? അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ. ഇനി മോള് ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും. മോള് വിഷമിക്കാതെ മുത്തശ്ശിയും കൂട്ടി ഗുരുക്കൾ അമ്മാവൻ ഉടനെ ഇങ്ങ് എത്തും. പോട്ടെ. തിരക്കിനിടെ ഞാനങ്ങ് മറന്നു. എന്താ കാണിച്ച വിശ്വേട്ടൻ? ഇടിച്ചതിന്റെ ലിവറിളക്കി കളയും. പെണ്ണുങ്ങളെ കമലടിക്കുന്നോളാം. ഇങ്ങനെ പറയുന്ന ഒരു പോലീസുകാരനെ ഒരു മീശയില്ലാതെ സങ്കല്പിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. അതാണ് പറഞ്ഞത്. മീശ മീശ, വരേൻ മീശ, കൊമ്പൻ മീശ, കൊനസ്റ്റ് മീശ, പോലീസ് മീശ, പട്ടാള മീശ, കായംകുളം കൊച്ചുള്ളി മീശ. ബഹനോർ ഭായിയോ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തായ്മാർകളെ, തന്തമാർകളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലും കലാരംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വിവിധതരം മീശകൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ കാഞ്ചൻ ഡെക്ക. സംപ്രതി വാർത്താഹ പ്രവാചക ബലദേവാനന്ദ സാഗര. സുഹൃത്തുക്കളെ, ദേവാനന്ദനെ പോലെ വലിയ നടന്മാർ ജനക് ജനക് പായൽ ബജെ ജനിച്ചത് മീശയില്ലാതെയാണ്. ദിൽഹേക്ക് മാൻതാ നഹീം. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് റോട്ടി കപ്പട ഓർ മകാൻ, ചെറിയ കപ്പട മഹാൻ മീശകൾ വച്ച് രുദ്ര മസ്തന, സ്വന്തം രൂപം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. മുഖദ്ദർക്ക സികന്ദർ, മുഖത്തിന് ചേരുന്ന മീശ. ആശിക്ക് ആരാണ് ആശിക്കാത്തത്? ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു. കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരും. ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത്? ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് ഈ മീശ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരൂ വരൂ വരൂ, വിവിധതരം മീശകൾ. 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ. വരൂ, വരൂ വരൂ, വാങ്ങിക്കോളൂ. ക്യൂ നിന്ന് വാങ്ങൂ. തള്ളരുത്, എല്ലാവർക്കും ഉണ്ടല്ലോ. എന്താ അങ്ങനെ? വരൂ വരൂ വരൂ. മീശയും താടിയൊക്കെ സഹായ വിലയാണ്. വാങ്ങിക്കോളൂ, ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ. ഉണ്ണികൃഷ്ണ, വാങ്ങിച്ചോളൂ. ഈ മീശയും താടിയും വെച്ചാ ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം, തിരിച്ചറിയാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നേ. ചിലപ്പോ ഈ താടിയും മീശയും വെച്ചാ പരിചയമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം തോന്നുവരെ ചെയ്യും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ അവിടെ നിന്ന്. ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കാൻ.
കാര്യം പറഞ്ഞോട്ടെ. പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. കാര്യം പറയാം. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ഒരു ആപൽഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിനെനിക്ക് കിട്ടിയ ശിക്ഷയോ 5 ഇടിയും 6 അടിയും 3 തൊഴിയും. സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണെന്റെ തല പപ്പടമായി പോയെന്നെ. എന്നെ വേഷം കെട്ടിച്ചവർ എന്നെ കാലുവാരിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട്. സോ ദിസ് ഇസ് എ ബിസിനസ്. അപ്പൊ എന്റേതും ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല. എനിക്കും വേണം കമ്മീഷൻ, ബ്രോക്കറേജ്, ലാഭവിഹിതം. തനിക്കിപ്പോ എന്താ വേണ്ടത്? മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. എനിക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിനപ്പുറത്ത് പലതുമാണ്. അയ്യോ, ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, എല്ലാ അർത്ഥത്തിലും. ഉടൻ നിർത്തിക്കോളൂ. അതെ, ഇങ്ങോട്ട് വന്നോളൂ. ചുമട് എടുക്കോ? എടുത്തോളൂ. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. എന്താ തടി പോലെ നോക്കിക്കണേ? ഉമ്മർത്തോണ്ട് വെച്ചൂടെ? എന്താ ഒരൗൺസ് പഞ്ചജീര ഗുഡൌടിച്ച് കാറിൽ കയറിയത് ഓർമ്മയുണ്ട്. ഇങ്ങ് വീടെത്തിപ്പോഴേ കണ്ണൂർന്ന് ഞാൻ മത്തങ്ങ എടുത്തോട്ടെ. മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. വന്നാട്ടെ. ഊണിന് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തോരനും തയ്യാറാക്കിയിട്ടുണ്ട്. പാലട പ്രഥമൻ വേറെയുണ്ട്. മുറുക്കാൻ ജാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വാങ്ങി വെച്ചിട്ടുണ്ട്. ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂട്ടോ. ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം. തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാതി എണ്ണ തന്നെ മതിയല്ലോ, അതും വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമ്മാവൻ പതർന്നു കൂട്ടിയേ. താൻ എന്തിനുണ്ട് പതർന്നേ? വേണ്ടേ? പതർന്നില്ലേ? വന്നാട്ടെ വന്നാട്ടെ. ഒരു മോളെ, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ആദ്യം ഓരോ ഗ്ലാസ് ചൂട് കാപ്പി ആവാം അല്ലേ? സിസ്റ്റർ സിസ്റ്റർ എനിക്ക് ഇന്ത് പോയി കാപ്പി എടുത്തോണ്ട് വരൂ. കാല് തടവണോ മുത്തശ്ശി? തടവി കൊടുക്കടി. ഇപ്പൊ വേണ്ട മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് മതിയില്ലേ? വായി നോക്കി നിൽക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഗുരുക്കളമ്മാനെ സഹായിക്കടി. നോക്കാതെ ചെല്ലടി. ചെല്ലുമോളെ. വെരട്ടിയാലേ ശരിയാവുള്ളൂ. മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ചുള്ള ഈ എടി പൊളി വിളി നിർത്തിയില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. അത് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണലതയെ വിളിക്കുന്നതല്ല. ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ്. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം, അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം. ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യും മാഡം? ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എന്റെ കയ്യിലാ. കുതിരവണ്ടി ഓടിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിയ എന്നെ വേണം തല്ലാൻ. ഓഹോ, നിന്റെ അടവ് എനിക്ക് മനസ്സിലായി. ആദ്യം ഇങ്ങനെ ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും. അതിന് എന്നെ കിട്ടൂല, വേറെ ആളെ നോക്കിയാ മതി. ഓക്കെ? എന്താ മോളെ അവിടെ? ഒന്നുമില്ല മാവാ, ഇതാ വരുന്നോ. ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ്. ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും? വീടൊക്കെ വലുതാണെങ്കിലും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും ഇല്ല. എല്ലാം കിളിക്കൂട് പോലെയുണ്ട്. ഇവിടെ കിടന്നാലേ എനിക്ക് ശ്വാസം മുട്ടും. എന്നാ നമുക്ക് ഇറങ്ങാം. പ്ലാസ്റ്റിക് ആണല്ലോ. അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്താ ചിത്രം? ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചവും കയറുന്നതും വീതിയും വിസ്താരമുള്ളത് ഈ മുറിയെ. കിടപ്പ് ഇവിടെ തന്നെ ആയിക്കാലോ ഗുരുക്കളെ. ഇത് ഹാളാണ് മുത്തശ്ശി. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ടട്ടോ. തനിക്ക് ഇവിടെ പ്രത്യേക മുറി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? താനാ മൂലക്കിലാകാൻ ചുരുട്ടി കിടക്കണോ? പ്രത്യേക മുറി. എനിക്ക് വ്യായാമമൊക്കെ ചെയ്യണമെന്നുണ്ടേ. അതാ ഉമ്മർത്ത് ചെയ്തൂടെ? ദീപം ദീപം ദീപം. ഞാനാണ്.
എന്താ അവിടെ ഒരു ഒച്ച? എന്താ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? ഒന്നുമില്ല മാവ. ഒരു മിന്നലാട്ടം പോലെ ആരോ എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടുല്ലോ. ആരുമില്ല മാവ, അമ്മോന് തോന്നിയതാ. എന്റെ കുട്ടിയെ, വയസ്സ് ഇത്രേ ആയിട്ടും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞന കുഴമ്പിന്റെ ഗുണാണ് അത്. ആരാ അത്? അയ്യോ ആരുമില്ല അവിടെ. ഞാൻ പറഞ്ഞില്ലേ? എങ്ങനെയാ? പിന്നെ എന്തിനാ നിലവിളിച്ചേ? അത് പിന്നെ ഇവിടെ ആരും കാണാത്തോണ്ട് വിളിച്ചു പോയതാ. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. പാവം പേടിച്ചു അല്ലേ? പേടിയുണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ച് ഞാൻ കെട്ടിത്തരാം. ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമനെ പോലെ ധൈര്യം ഉണ്ടാവണം. എന്റെ അമ്മേ, ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ? ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയ. ആവൂ, ഇങ്ങനൊരു മരുമകനെ കിട്ടാൻ സുഹൃതം ചെയ്യണേ. വൈകിട്ടില്ല, ഇനി ചെയ്താലും മതി. കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പോയി നോക്കിട്ട് കറക്റ്റ് സമയത്താ വന്നത്. മുത്തശ്ശി നല്ല മൂടില്ല. മതി മോളെ. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ. എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ. സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. മുത്തശ്ശിയുടെ അനുഗ്രഹം വായിക്കണ. എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പോർക്കണം. നന്നായിരിക്കട്ടെ, എഴുന്നേറ്റുള്ളൂ. യവനൊരു അബദ്ധം പറ്റി. ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത്. കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി 4 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന്. അപ്പോ 4 ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമ്മാവനും ഒക്കെ ഉണ്ട്, ഇവർക്ക് അതൊരു അസൗകര്യമാവുമെന്ന്. ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥന് ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന. ഞാൻ വരട്ടെ. നിൽക്കൂ. എനിക്ക് എന്താ സൗകര്യ? 4 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. കുട്ടി ഇവിടെ കൂടിക്കോളൂ. കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ളത് ഒരു സുഖല്ലേ? ഞാൻ മുറി കാണിച്ചുതരാം. നിൽക്കൂ. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും. ലേശം ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. സ്വത്തും പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ ഇന്ദുവിനെ വിവാഹം കഴിച്ചത്. അവൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം. ഇതിപ്പോ ആ മുത്തശ്ശി ഇംപ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ? ഇതാണ് തന്റെ കുഴപ്പം. ഒരു തീരുമാനമെടുത്താൽ എടുത്തായിരിക്കണം. താനൊന്ന് ഉറച്ചു നിന്നാ മതി. എല്ലാം മംഗളമാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ ഉണ്ണികൃഷ്ണൻ. അതല്ലടോ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോ എന്റെ ഭാര്യയുടെ മുറിയിൽ ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയൊക്കെ സമയവും സൗകര്യവും നോക്കണം. അതെല്ലാം തന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് കരുതി സമാധാനിച്ചാ മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് താൻ പറയുന്നത്? തന്നെ തന്നെ നോക്കി നിൽക്കാൻ അവിടെ. അയാൾ എന്തിനാ എന്നെ തന്നെ നോക്കുന്നത്? ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുക. താൻ നോക്കിക്കോ, ഞാനൊരു കളി കളിക്കാം. ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല. നേരത്തെ സുമിത്രയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിന് എന്നോട് ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒളിച്ചു താമസിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ്. അയാളെ തട്ടാതെ രക്ഷയില്ല. ഇനി നീ പറ, ഞാൻ ഏത് റോൾ എടുക്കണം? ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ, കുറ്റവാളിയുടെ റോൾ എടുക്കണോ? നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം. അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല. ഗുരുക്കളമ്മാവൻ പോന്നു. അത് പിന്നെ ഇവൻ നാടകക്കാരനാണ്. നിന്റെ നാടകത്തിലെ ഗുരുക്കളമ്മാവനെ പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ? വേഷമൊന്നും ഉണ്ടാവൂല. അമ്മാവന് കർത്തം വലിക്കാൻ അറിയാവോ? പെരിപ്പിക്കണ്ട അമ്മാവാ, ദേഹം ഇളകും. ഇയാൾക്ക് എന്തിന്റെ അസുഖം? വിശുട്ടാ, വിശുട്ടാ. നീ വിഷമിക്കാതിരിക്കെ. ഒരു 11 മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം. അയ്യോ, മുത്തശ്ശി എങ്ങാനും കണ്ട? മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം. എനിക്ക് പേടിയൊന്നു. പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാന്ന് ലത ഏറ്റിട്ടുണ്ട്.
മാനേജ് ചെയ്തോളാമെന്നില്ല ഏറ്റവും നിലയ്ക്ക് എന്ത് വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഓ, കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയ തരക്കേടില്ല. കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലത്. എന്തുവ